അപ്പോൾ ഗൈസ് നമ്മളെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. നമ്മൾ പോയ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാപ്പ് ഇട്ടാൽ മതി. കോൺവോയ് കഫേ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ഇട്ടിട്ട് പോന്നാൽ ഈ കഫേൻ്റെ പാർക്കിങ്ങിൽ നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് ഈ സൈഡിലൂടെ അങ്ങോട്ട് നടന്നാൽ കഫേൻ്റെ സൈഡിലൂടെ നിങ്ങൾക്ക് വന്നാൽ തന്നെ മനസ്സിലാവും, കൺഫ്യൂഷൻ ആണെന്നില്ല. സൈഡിലൂടെ വന്നാൽ നമുക്ക് നേരെ നമ്മുടെ സീക്രട്ട് വാട്ടർഫോളിലെത്താം കേട്ടോ. നമുക്ക് ചെറിയൊരു കൗണ്ടർ കാണാം. ഇവിടെ നമ്മൾ 2 പൗണ്ട് ടാപ്പ് ചെയ്താലേ നമുക്കിത് ഓപ്പൺ ആകുള്ളൂ. ഓക്കെ ഉണ്ടോ, ഇത് ലോക്കാണ്. അപ്പോൾ നമ്മൾ 2 പൗണ്ട് നമ്മൾ ടാപ്പ് ചെയ്യണു. ഇത് റൈസിങ് പണം പോയി കണ്ടോ. ഓ മൈ ഗോഡ്, ഓപ്പൺ ആടാ. ഇത് ഓപ്പണായി. നമ്മൾ ഇതിലൂടെ കയറി നമ്മൾ നേരെ നടക്കാട്ടോ, വുഡ്സ് ത്രൂ. ഈ താഴങ്ങൾ കാണുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ അറിയില്ല, അത് റോഡാട്ടോ, നമ്മൾ പോകുന്ന റോഡാണ്. അതിങ്ങനെ വട്ടം കറങ്ങിയിട്ടാണ് കോൺവോയ് ഫോൾസ് കഫേ എന്ന് പറഞ്ഞ കഫേൻ്റെ അവിടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് നമ്മളെ സൈഡിലൂടെ നടന്നാൽ നമുക്ക് ഈ സ്പോട്ടിലെത്താൻ പറ്റും കേട്ടോ. നമുക്ക് ചെറിയ രീതിയിൽ കുറച്ച് നടക്കാനുണ്ട്. ട്രക്കിംഗ് എന്നൊന്നും പറയാനൊന്നുമില്ല, എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് സ്റ്റീപ്പായിട്ട് കുറച്ച് അടിക്ക് ഇറങ്ങണം കേട്ടോ. കണ്ടോ, വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം താഴോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് അത്യാവശ്യം താഴോട്ടാണ്. നടക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. ഫുള്ള് വേരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊന്ന് കൊളുത്തിയാൽ നേരെ അടിയത്തെ റോട്ടിലുണ്ടാവും. കാണുന്നുണ്ടോ ഗൈസ്, അവിടെയാണ് നമ്മളെ വെള്ളച്ചാട്ടം വരുന്നത്, വാട്ടർഫോൾ വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. സൗണ്ട് കേൾക്കണം, നോക്കിക്കേ. എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നല്ല രീതിയിൽ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പിടിച്ചിറങ്ങാം. പിടിക്കാൻ ഒരു ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. കണ്ടോ, അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. ഇത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത്രയും ശാന്തിയും സമാധാനമുള്ള സ്ഥലം കഴിച്ച് വേറെ എവിടെയുള്ള നോക്കിക്കേ. കാട്ടിൻ്റെ ഉള്ളിലൂടെ അതും നല്ല രീതിയിൽ സേഫായിട്ട് നമ്മളിങ്ങനെ നടക്കുക, വളരെ പീസ്ഫുള്ളായിട്ട്. വേറെ തന്നെ ഒരു വൈബ് കേട്ടോ. നമ്മൾ ഇറങ്ങി ഏകദേശം അടിയിലെത്തിട്ടോ. പക്ഷേ ഇനി ചെറുതായിട്ടൊന്ന് ഇറങ്ങണം. അത് ഇറങ്ങാൻ നൈസായിട്ടൊരു പേടി, തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിൽ ലോക്കാവും നിർത്തിയിട്ട്. നമ്മൾ ഇറങ്ങാറായിട്ടാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് അടിക്ക് വ്യൂ കാണിച്ചു തരാൻ പറ്റില്ല. നമ്മളിപ്പം വേറെ ഫാമിലി ബാക്കിൽ ഇറങ്ങി പോകുന്നത്. അപ്പം ആ ഫാമിലി ഇറങ്ങാണ്ടപ്പോൾ പിന്നെ എനിക്കൊന്ന് ഇറങ്ങിക്കൂടെ എന്നുള്ളതിൽ ആ ധൈര്യത്തിന് പുറത്ത് ഇറങ്ങിയാട്ടോ. ഡയറക്റ്റുള്ള വ്യൂ. ഇത് ക്യാമറയിൽ എത്രത്തോളം ഭംഗി കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ കേട്ടോ ഇതൊരു സംഭവം തന്നെയാണ് ഗൈസ്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം കേട്ടോ. നമുക്ക് സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോയെന്നൊരു പിടുത്തമില്ല. ഫുള്ള് വെള്ളത്തിൻ്റെ സൗണ്ട് തന്നെ ആവും. എന്നാലും ഇതൊരു ഇതൊരു സംഭവമായ ട്രിപ്പ് തന്നെ കേട്ടോ. സോളോ പോരുക, ഇറങ്ങിച്ചാടി എല്ലായിടത്തും എത്തുക. ആ മലേൻ്റെ മേലിനാട്ടോ ഇറങ്ങി വന്ന്. അതുവരെ നമുക്ക് പ്രോപ്പർ നടക്കാനുള്ള പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. പിന്നെ ഇവിടെ എത്തിയപ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇറങ്ങിട്ടോ. ചുറ്റും മലൻ്റെ ഇടയിൽ നമ്മൾ ഒരു വെള്ളച്ചാട്ടും നമ്മളും എങ്ങനെയുണ്ട് കാര്യം. അങ്ങനെ വീണ്ടും നമ്മൾ ഇറങ്ങണ ആ സെയിം പൊസിഷനിലെത്തി. നമുക്കവിടെ ഇരിക്കാനുണ്ടോ, നല്ലൊരു ബെഞ്ചുണ്ട്. സംഗതി അടിപൊളി ഇനി കാര്യം. ശരിയാ, ഇറങ്ങിക്കോളി. പിന്നെ കുറച്ചും കൂടി അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ എന്താ പറയുക, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ ആയില്ല, ഈ വീണ സ്ഥലം മാത്രമേ ആയുള്ളൂ. പിന്നെ അങ്ങനെ നല്ല ഫ്ലോയിൽ വെള്ളം പോകും. പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ റോക്സ് അത്യാവശ്യം സ്ലിപ്പറിയാണ്. അവിടെ വരുന്ന എല്ലാവരും നല്ല മൗണ്ടൻ ഗിയേഴ്സൊക്കെ ഇട്ടാണ് വരുന്നത്. റോക്സുമ്മേൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പം നല്ല സ്ലിപ്പറിയാകുമ്പോൾ എനിക്ക് ഗ്രിപ്പ് ഇടുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മളതിനെ കയറി വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു വഴി കാണുന്നുണ്ട് കേട്ടോ. ഇതും പോയി ഏതെങ്കിലും ഒരു എന്താ പറയുക ഹിഡൻ ലൊക്കേഷനിലേക്ക് എത്താൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ പോണില്ല. പറയാൻ കാരണം സമയം ഇവിടെ 4 മണിയായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 മണിയാകുമ്പോൾ ഇവിടെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. ഇരുട്ടായി തീരുന്നതിന് മുന്നേ നമുക്ക് ഈ വന്ന വഴി തന്നെ മല കയറി നമുക്ക് പുറത്തെത്തണം, വണ്ടിൻ്റെ അടുത്തേക്ക് എത്തണം. നമ്മളങ്ങനെ കയറിയ വഴി തന്നെ റിട്ടേൺ ഇറങ്ങി പുറത്തെത്തിയിട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കഫേ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺവോയ് ഫോൾസ് കഫേ എന്നാണ് ഈ കഫേൻ്റെ പേര്. ഇവിടെ നമുക്ക് ഇൻഡോർ ഇരിക്കുക, ഔട്ട്ഡോർ ഇരിക്കുക. കയറി നോക്കട്ടോ, നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ. വിശന്നിട്ടാണെങ്കിൽ തീരുമാനമായി കേട്ടോ.
ഒരു കോഫിയും ഒരു ക്രിസ്പും എടുത്ത് ഒരു ക്രിസ്പും പിന്നെ ഒരു ക്യാപ്പിച്ചിനോയാണ് എടുത്ത്. പിന്നെ അവരിവിടെ കിച്ചൺ ക്ലോസ് ചെയ്യാനായതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം തീർന്നു പറഞ്ഞു. അപ്പം ലൈക്ക് റെഡിമെയ്ഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, പ്ലസ് കോഫിയോ അല്ലെങ്കിൽ വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സോ കാര്യങ്ങളോ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ വീഡിയോയിൽ ഇങ്ങനത്തെ ട്രാവൽ കോണ്ടൻറ്റ്സേക്കാരും അധികം വരും. മറക്കാതെ ഫോളോ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇനാബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ലഭിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ക്ലൗഡ് മാൻ സൈനിങ് ഓഫ്. See you later guys. Bye bye.